ഫ്രഞ്ച് തത്വചിന്തകരായ റാൻസിയർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ അർത്ഥതലം കണ്ടെത്തുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ള വലിയൊരു ജനാധിപത്യ പ്രക്രിയയായിരുന്നു. ഒരുപക്ഷെ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ ഇന്നേവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത, വികസ്വര രാജ്യങ്ങൾ ഇന്നേവരെ അവരുടെ രീതിശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പങ്കാളിത്തത്തോടു കൂടിയുള്ള, ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ദാരിദ്ര്യ ലഘൂകരണ ശ്രമമാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതാണ് യഥാർത്ഥത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതാണ്. ഇതിൻ്റെ എൻഡ് റിസൾട്ടിൽ നമ്മളടക്കം ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. അതിദരിദ്രരായ മനുഷ്യർ ഇപ്പോഴുമുണ്ട്. ചില മനുഷ്യരൊക്കെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലുണ്ട്. 1, 2, 3 ഒരുപക്ഷെ 100, 110 ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ കണ്ടെത്തുകയും ചെയ്യും, നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. സർക്കാരിന് ചെയ്യാനുള്ളത് ചെയ്തു, ഇനി നമ്മൾ കൂടി ചെയ്യുക, അവരെ കണ്ടെത്തുക, ഈ പട്ടികയിലേക്ക് കൊണ്ടുവരിക, സർക്കാർ ഇത് തുടരുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പൊളിറ്റിക്കൽ വിൽ. സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയാണെങ്കിലും ശരി, ഇവിടെ ഭൂമിയുടെ കാര്യത്തിലുള്ള വിതരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, അതാത് ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ കേരളത്തിൽ വലിയ സാമൂഹിക ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അഥവാ അതിദാരിദ്ര്യ വിമുക്ത കേരളമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്.